ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇൻഷുർ ഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല പാരൻസിനെയും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചിലവുകളെ പറ്റി അവരോട് ചോദിക്കുമ്പോൾ, അതായത് ഇപ്പം ഉന്നത വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളല്ല, ചെറിയ കുട്ടികൾ, ജനിച്ച കുട്ടികൾക്ക് നമ്മൾ കുറേ പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്ലാനുകളുടെ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ പാരൻസിനെ അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ സമീപിക്കുമ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ, അത് കുട്ടി വലുതാവുമ്പോഴല്ലേ അപ്പോൾ നോക്കാം, ആ ഒരു സമയത്തല്ലേ അപ്പോൾ നോക്കാം എന്നുള്ളൊരു അഭിപ്രായമാണ് പലരും പറയുന്നത്. ഒരുപാട് പേര് എടുക്കുന്നുണ്ട്, എന്നാലും കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു ഒബ്ജക്ഷനായിട്ട് അവർ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമുക്ക് കുട്ടി ചെറുതായിരിക്കുമ്പോൾ പോളിസി എടുക്കണമെങ്കിൽ നമുക്ക് പ്രീമിയം വളരെ കുറവായിരിക്കും. പോളിസി എന്നല്ല, എന്തൊരു നിക്ഷേപം കുട്ടിയുടെ പേരിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം വളരെ കുറവായിട്ടാണ് വരുന്നത്. അതേമാതിരി ഇത് ലോങ് ടേമിലേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ LIC-ലാകുമ്പോൾ വിത്ത് ബോണസ്, ഗ്യാരണ്ടീഡ് ബോണസായിട്ട് ഇവർക്ക് നല്ലൊരു എമൗണ്ട് കുട്ടിയുടെ 18ാമത്തെ 21ാമത്തെ വയസ്സിൽ ഇവർക്ക് കിട്ടുന്നു. ഈ ഒരു തുകയും കൊണ്ട് ഇവർക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ, അതായത് ഇപ്പോൾ കുട്ടിയുടെ 20 വയസ്സെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പാരൻസിനൊക്കെ മിക്കവാറും ആണുങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, ലേഡീസിനില്ല. അതായത് ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ, ഈ അച്ഛന് ഒരു കുട്ടിക്കൊരു 1 വയസ്സ് 2 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അച്ഛന് ഏകദേശം 30-35 വയസ്സ് പ്രായമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരാൾ കുട്ടിയുടെ 20 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് 55 വയസ്സായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് ആയിക്കഴിഞ്ഞു. ആ സമയത്ത് ഇവർക്ക് അടുത്ത ഓപ്ഷൻ ഉള്ളത് എഡ്യൂക്കേഷൻ ലോണിന് പോകുക എന്നുള്ളതാണ്. അതായത് വെൽ സെറ്റിൽഡ് അല്ലാത്ത പാരൻസ്. അപ്പോൾ ആ സമയത്ത് എഡ്യൂക്കേഷൻ ലോണിന് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാലം കുട്ടീനെ പഠിപ്പിക്കണം, പിന്നെ ഒരു എഡ്യൂക്കേഷൻ ലോണിന് പോകണം, പിന്നെ ആ എഡ്യൂക്കേഷൻ ലോൺ ഓട്ടോമാറ്റിക് കുട്ടിക്കൊരു ബാധ്യതയായി മാറുകയാണ് ചെയ്യുന്നത്. പൊതുവേ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു ക്രൈറ്റീരിയ. പിന്നെ ഇത് കുട്ടി അയാൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അയാൾ ഒരു ജോലിക്ക് കയറി അയാൾ ഇത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ് പിന്നീട് കാര്യങ്ങൾ പോകുന്നത്. പലർക്കും ഇതൊരു ക്രൈസിസ് ആയിട്ട് വരുന്നുണ്ട്. പലരും അത് കാരണം ഉന്നത വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ആ ഒരു കൃത്യമായ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട്, കൃത്യമായൊരു മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതായത് പാരൻസിൻ്റെ ചെറുപ്പകാലത്ത്, പാരൻസിൻ്റെ നല്ല പ്രായത്തിൽ കുട്ടി ജനിച്ച ഉടൻ തന്നെ, ഇപ്പോൾ നമുക്കൊരു 30 ദിവസം മുതൽ തന്നെ നമുക്ക് പോളിസികൾ എടുക്കാം. അപ്പോൾ തന്നെ നമ്മളൊരു പോളിസി എടുത്ത് നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു തുക നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ലോങ് ടേം സേവിങ്സ് ആവുന്ന സമയത്ത് അതിൽ നല്ലൊരു ബോണസ് എല്ലാം കൂടിയിട്ട് കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ലോൺ ബാധ്യത കുറയ്ക്കാൻ നല്ലൊരു തുകയായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു എമൗണ്ട് വരും. ബാക്കിയുള്ള തുക മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ചിലപ്പോൾ നല്ല പോളിസിയാണ്, നല്ലൊരു എമൗണ്ടിൻ്റെ പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണോ അല്ലെങ്കിൽ വേറെ ഓപ്ഷനോ നോക്കേണ്ടി വരില്ല. ഇതിൽ നിന്ന് തന്നെ കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾക്ക് വളരെ വിജയകരമായി പൂർത്തിയാക്കാം. കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഇത് എന്നാണ് ഞങ്ങളുടെ ഇൻഷുറൻസ് അഡ്വൈസർമാരുടെ പൊതുവേ ഉള്ളൊരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാ പാരൻസും ഒരു വിദ്യാഭ്യാസ പ്ലാനെങ്കിലും കുട്ടിക്ക് വേണ്ടി എടുത്തു വയ്ക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഇൻഷുറൻസ് റിലേറ്റഡ് ആവശ്യങ്ങളുണ്ടെങ്കിൽ, കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പ്ലാനുകളുടെ ആവശ്യങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീം വന്ന് നിങ്ങൾക്ക് അതിൻ്റെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ പോളിസി സജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്നും പോളിസികൾ സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്താവശ്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.